ഹായ് ഫ്രണ്ട്സ്, ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പാഠാവലി സ്റ്റാൻഡേർഡ് 6 ഒന്നാമത്തെ യൂണിറ്റിലെ അടുത്ത പാഠഭാഗമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ ആദിവാസി സമൂഹത്തിൻ്റെ ജീവിത രീതി, ഭക്ഷണ രീതി എന്നിവയെപ്പറ്റിയാണ് പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. ആദിവാസികൾ കൂട്ടമായി ജീവിച്ച് കൂട്ടമായി ഭക്ഷണം പാചകം ചെയ്ത് കഴിയുന്നവരാണ്. അവരുടെ ആചാരങ്ങളും വസ്ത്രധാരണ രീതികളും ആഭരണങ്ങളുമൊക്കെ വ്യത്യസ്തമാണ്. അവരുടെ ഒരു വിശേഷപ്പെട്ട ഭക്ഷണ പദാർത്ഥത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കായല്ലമു നെവേഞ്ചിമു തന്തിന്ത ചവി. ഒന്നിച്ച് ഭക്ഷണം തേടി, ഒന്നിച്ച് പാകപ്പെടുത്തി, ഒന്നിച്ച് കഴിക്കുന്ന രീതി എത്ര രസകരമായിരിക്കും. ആദ്യകാലത്ത് ആദിവാസി സമൂഹം, ആ ജനസമൂഹം അന്ന് ജീവിച്ചിരുന്നത് അങ്ങനെ ഒരു രീതിയിലായിരുന്നു. ഇനി അവരുടെ ആ അപൂർവമായ ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. കായല്ലമു നെവേഞ്ചിമു നന്മാരൻ. പാഠഭാഗം എഴുതിയത് സുകുമാരൻ ചാലിഗദ്ധ. ബേത്തിമാരൻ എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പ്രസ്തുത പാഠഭാഗം. മുളങ്കൂമ്പും നെവേഞ്ചിയും തന്നിരുന്ന രുചി. കേരളത്തിലെ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇലക്കറികൾ, പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ, ഞണ്ട്, കാട്ടുചേമ്പ്, പുഴയുടെ ഉള്ളിലെ താള്, കാട്ടുപഴങ്ങൾ, മുളങ്കൂമ്പ് ഇതൊക്കെ നല്ല പോഷകമുള്ള ആഹാരമാണ്. മുള പൂക്കുന്ന സമയമുണ്ട്. അപ്പോൾ പോയി കൂമ്പ് നുള്ളി ചെറുതായി അരിഞ്ഞെടുക്കും. അപ്പോൾ ഇവിടെ ഈ വിശേഷപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചാണ്, അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആദിവാസികളുടെ ഭക്ഷണം ഏതൊക്കെയാണ് എന്നിവയെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കേരളത്തിലെ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്തൊക്കെയാണ് അവരുടെ ആഹാരം? ഇലക്കറികൾ, പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ, ഞണ്ട്, കാട്ടുചേമ്പ്, പുഴയുടെ ഉള്ളിലെ താള്, കാട്ടുപഴങ്ങൾ, മുളങ്കൂമ്പ് ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത്. ഇവയെല്ലാം തന്നെ നല്ല പോഷകമുള്ള ആഹാരമാണ്. മുള പൂക്കുന്ന സമയമുണ്ട്. കാട്ടിൽ മുള പൂക്കുന്നതിന് പ്രത്യേക സമയമുണ്ട്. അപ്പോൾ പോയി കൂമ്പ് നുള്ളി ചെറുതായി അരിഞ്ഞെടുക്കും. എന്നിട്ടത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം. ഈ മുള പൂക്കുന്ന സമയത്ത് പോയിട്ട് അതിൻ്റെ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയും. അല്ലെങ്കിൽ അതിലെ കട്ട് പോവില്ല. എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് കറിവേപ്പിലയും കാന്താരിയും ഇട്ട് വേവിച്ച മുള ചേർത്ത് ഒന്നുകൂടി വേവിച്ച് കഴിക്കാം. പണ്ടുള്ളവർക്ക് വെളിച്ചെണ്ണയും ഉള്ളിയും ഒന്നുമില്ല. അവർ മൃഗങ്ങളുടെ നെയ്യിലാണ് വേവിച്ച് മുളങ്കൂമ്പ് താളിക്കുന്നത്. താളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കടുക് വറക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ കടുക് വറക്കാൻ വെളിച്ചെണ്ണയ്ക്ക് പകരം അവരെന്താണ് ഉപയോഗിച്ചിരുന്നത്? മൃഗങ്ങളുടെ നെയ്യാണ്. അപ്പോൾ ഇവിടെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുള പൂക്കുന്ന സമയത്ത് മുളയുടെ കൂമ്പ് നുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് അതിൽ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയിട്ട് ആ വെള്ളം ഊറ്റിക്കളയും. അപ്പോൾ അതിൻ്റെ കട്ട് അല്ലെങ്കിൽ കയർപ്പ് ഇല്ലാതാകും. എന്നിട്ട് അത് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച്, അതായത് കടുക് വറക്കത്തില്ലേ അതേപോലെ അതിന് ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കാന്താരിയും ഇട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? വേവിച്ച മുള ചേർത്തിട്ട് ഒന്നും കൂടി അതിനെ വേവിച്ചെടുക്കും. എന്നിട്ട് കടുക് വറക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യും? നെയ്യൊഴിച്ച് വേവിക്കും. അങ്ങനെയാണ് മുളങ്കൂമ്പ് താളിച്ചെടുക്കുന്നത്. നെവേഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണത്. നെവേഞ്ചി വർഷത്തിലൊരിക്കലേ കിട്ടുള്ളൂ. പല വലിപ്പത്തിലും ഉണ്ടാവും. വേനൽക്കാലത്താണ് ഇത് കിട്ടുന്നത്. ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ പുഴയിലെ വെള്ളം വറ്റില്ലേ, അപ്പോഴാണ് നെവേഞ്ചി കിട്ടുക. അപ്പോൾ നെവേഞ്ചി അവരുടെ ആദിവാസികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഭക്ഷണമാണ്. വർഷത്തിലൊരിക്കലേ ഇത് കിട്ടുകയുള്ളൂ. നല്ല വലിപ്പത്തിലും ഇത് ഉണ്ടാകാറുണ്ട്. വേനൽക്കാലത്താണ് കിട്ടുക, പ്രത്യേകിച്ചും ഏപ്രിൽ മാസത്തിൽ.
പുഴയിലെ വെള്ളം വറ്റുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല. ഈ ഏപ്രിൽ മാസത്തിൽ ഈ നെവേഞ്ചി പറക്കാനായിട്ട് എല്ലാവരും പോകും. അപ്പോൾ വീട്ടിൽ ഊരിൽ ആ ഗ്രാമത്തിൽ തന്നെ ആരും ഉണ്ടാകില്ല. എല്ലാവരും നെവേഞ്ചി പെറുക്കാൻ ഒരു വീട്ടിൽ, ഊരെന്ന് വെച്ചാൽ പുരുഷ വ്യത്യാസമില്ലാതെ കുട്ടികളോടൊപ്പം സ്ത്രീകളും പുരുഷന്മാരും യാതൊരു വ്യത്യാസമില്ലാതെ അവരോടൊപ്പം തന്നെ കുട്ടികൾ എല്ലാവരും കാട്ടിൽ പോയി നെവേഞ്ചി പറക്കുക. അതാണ് പ്രത്യേകത. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കുട്ടികളോടൊപ്പം കാട്ടിൽ പോയി നെവേഞ്ചി പറക്കുന്നതാണ് പതിവ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, നെവേഞ്ചിയുടെ തോടിലെ കറ പോക്കാൻ എന്താണ് ചെയ്യുന്നത്? നെവേഞ്ചിയുടെ തോടിലെ കറ പോക്കാൻ എന്താണ് ചെയ്യുന്നത്? ഉപ്പും മഞ്ഞളും ചേർത്ത് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയുന്നു. അപ്പോൾ കറ ഇല്ലാതാകുന്നു. ഉപ്പും മഞ്ഞളും ചേർത്ത് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയുന്നു. അങ്ങനെയാണ് നെവേഞ്ചിയുടെ കറ പോകാൻ സഹായിക്കുന്നത്. അടുത്ത നെവേഞ്ചിയുടെ രുചി. നെവേഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ ചാലികഥ വിവരിച്ചിട്ടുണ്ട്. ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ വിവരണം തയ്യാറാക്കുക. അപ്പം നമ്മൾ ഈ പാഠഭാഗം വായിച്ചു കഴിഞ്ഞു. അപ്പം പാഠഭാഗത്തിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? ആ കാര്യങ്ങളാണ് ഒരു ചെറിയ വിവരണമായിട്ട് തയ്യാറാക്കേണ്ടത്. എങ്ങനെയാണ് നോക്കാം. വേനൽക്കാലത്ത്, അതായത് ഏപ്രിൽ മാസത്തിൽ പുഴവെള്ളം വറ്റുമ്പോൾ കിട്ടുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഈ നെവേഞ്ചി. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടാറുള്ളൂ. അത് പാചകം ചെയ്യുമ്പോൾ കയ്പ്പ് അനുഭവപ്പെടാറുണ്ട്. അതിനായി ഉപ്പും മഞ്ഞളും ചേർത്ത് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയുന്നു. ഞണ്ട്, പപ്പായ, ചക്കക്കായ തുടങ്ങിയവ ചേർത്ത് അതിൻ്റെ രുചി കൂടുന്നു. ഇതിൻ്റെ നീണ്ടു നിൽക്കുന്ന പിറകു ഭാഗം പൊട്ടിച്ചു കളയണം. മുളകുപൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നല്ല എരിവോടെ പാചകപ്പെടുത്തി എടുക്കാം. ചൂട് പോകുമ്പോൾ ഒറ്റയ്ക്കും ചോറിനോട് കൂടിയും ഇത് കഴിക്കാം. ഇങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ ഒരു ചെറിയ വിവരണം തയ്യാറാക്കുക. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് തന്നിട്ടുള്ളത്, ഓരോ നാടിൻ്റെ നിറവും മണവും രുചിയുമെല്ലാം അവരുടെ തനതായ വിഭവങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ നാടിനും സ്വന്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അവയെപ്പറ്റി മുത്തശ്ശിമാരോടോ മുത്തശ്ശന്മാരോടോ മുതിർന്നവരോടോ ഒരഭിമുഖ സംഭാഷണം നടത്തുക. ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ അവരുടെ കാലത്തെ ജീവിത രീതിയെക്കുറിച്ച്, ഭക്ഷണ രീതിയെക്കുറിച്ച് ചോദിച്ചറിയാം. ഇന്നത്തെ നമ്മുടെ കണക്ക് രാവിലെ ദോശയും ഇഡ്ഡലിയും ഒന്നും ആയിരുന്നില്ല അവർ കഴിച്ചിരുന്നത്, അല്ലേ? രാവിലെ മിക്ക വീടുകളിലും ചിലയിടങ്ങളിൽ പഴങ്കഞ്ഞി ആയിരിക്കും, ചിലർക്ക് എന്തായിരിക്കും, കഞ്ഞിയും അതിൻ്റെ കറിയുമായിരിക്കും. അത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്നും ആയിരിക്കില്ല. 10-11 മണിയാകുമ്പോഴാണ് അവർക്ക് ഇതൊക്കെ റെഡിയായി വരുന്നത്. ആ സമയത്താണ് അവർ കഴിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ. വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ആരാണ്? പണ്ട് കാലത്തെ ഭക്ഷണ വിഭവങ്ങൾ ഏതെല്ലാം? അവയെല്ലാം കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണോ ഉണ്ടാക്കിയിരുന്നത്? നാട്ടിലെ സാധാരണ കൃഷി സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? സാധനം വാങ്ങാൻ പണമായിരുന്നു നൽകിയിരുന്നത്. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? പഴയ കാലത്ത് പണം നൽകുന്നതിന് പകരം സാധനങ്ങൾ തന്നെ കൈമാറ്റം ചെയ്യുന്ന ബാർട്ടർ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? അന്നത്തെ കാലത്ത് മുത്തശ്ശിയും മുത്തശ്ശനിയും ഒക്കെ ആണെങ്കിൽ അവരങ്ങനെയായിരിക്കും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുതിർന്നവരോട് ചോദിക്കാം. അപ്പം പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കഴിഞ്ഞ 2 പാഠങ്ങളുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അടുക്കള, കൊയക്കട്ട, ഇവയെല്ലാം നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.